ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് ഇൻട്രോ പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ദിവസമായി വ്ലോഗൊക്കെ എടുത്തിട്ട് 2 ദിവസമായി ഞാൻ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ട്. ഒമാനിലെ ലൈഫ് ഏകദേശം എൻ്റെ തീർന്നു. ഞാൻ നാട്ടിലേക്ക് പോവാണ്. 3 മാസത്തെ വിസിറ്റിങ്ങിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ് ഞാനിന്ന് പോവാണ്. റെഡിയായി. 2 ദിവസം അതിൻ്റെ തിരക്കൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നത്. അപ്പം എന്താ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല. അപ്പം ഇനി എയർപോർട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. പിന്നെ ഞാൻ ഫാമിലിയൊക്കെ ഏട്ടനും ഏട്ടത്തമ്മയും കൂട്ടാൻ വരുന്ന പറഞ്ഞത്. അപ്പം എല്ലാവരെയും കാണിക്കാം. നാടെത്തിയിട്ട് കാണാം കേട്ടോ. 3 മാസമാണെങ്കിൽ കൂടിയിട്ടും സ്വന്തം നാട് പോലെ കണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ ടാറ്റ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ 6 മാസം കഴിഞ്ഞായിരുന്നു നാട്ടിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ പെട്ടെന്ന് എത്തി. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ ഒന്നിച്ചുള്ള വ്ളോഗൊന്നും ഉണ്ടാവില്ല കുറച്ച് നാളത്തേക്ക്, ഒരു 5-6 മാസത്തേക്ക്. വേറെന്താ പറയാ, ടാറ്റാപ്പയ്ക്ക് പോവാനുള്ള സമയമായി. ഏട്ടൻ ഞാൻ ഫ്ലൈറ്റ് കയറിയതിന് ശേഷമാണ് കേട്ടോ പോയത്. അതുവരെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഗേറ്റ് ഓപ്പൺ ചെയ്തത്. ഈ ഇരുത്തം ഒരു 1.5 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഒരു പരിചയക്കാരി താത്താനെ കിട്ടി. പരിചയക്കാരിയല്ല, അവിടുന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. കാപ്പാടാണ് ആളുടെ വീട്. ഒരുപാട് സംസാരിക്കുന്ന ഒരു താത്തയായിരുന്നു. ഒത്തിരി നേരം ഞങ്ങൾ സംസാരിച്ചു. താത്താനെ കമ്പനിക്ക് കിട്ടിയതുകൊണ്ട് അധികം ബോറടിച്ചില്ല കേട്ടോ, വെയിറ്റിംഗ് ചെയ്തെങ്കിലും കൂടിയിട്ടും. പിന്നെ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇതാണ് ഞാൻ കാണുന്നത്. ഇരുട്ടൊക്കെ മാറി നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 7:55 കേട്ടോ എനിക്ക് അറൈവൽ ടൈം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ, ഏട്ടൻ്റെ അടുത്തേക്ക് പോയപ്പോഴേ രാത്രിയായിരുന്നു ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ താഴ്ന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വിഷ്വൽ അല്ലല്ലോ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നത്. ഫസ്റ്റ് ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ പുറത്തേക്ക് നോക്കിയേ ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു കാഴ്ചയായിരുന്നു. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും കൗതുകം തോന്നിയത്. എന്തായാലും എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ ആകെ ടയേർഡായിരുന്നു. ഫേസൊക്കെ ഒരുമാതിരിയായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. ഒന്ന് പോയി ഫ്രഷായി ഏകദേശം ലാൻഡ് ചെയ്യാനായി തുടങ്ങിയപ്പോൾ എടുത്ത വിഷ്വലാണ് കേട്ടോ അത്. വീടുകളൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഈ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. നന്നായിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. ആകെ ഇത് മഞ്ഞ് പോലെ വന്നിട്ട് ഗ്ലാസ് നന്നായിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് അധികം കാണുന്നുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ മകൻ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ കൈ നീട്ടിയതേ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു പരിചയക്കേടും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ചിലപ്പോൾ അവൻ കുറുമ്പ് കാണിക്കുന്നൊക്കെ കരുതിയ, പക്ഷെ എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വന്നേ. ഇത് ഏട്ടനും ഏട്ടത്തമ്മയാണ് കേട്ടോ. അവരുടെ മോനാണ് യാദൂസ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ പോയത് കേട്ടോ. അവൻ ഏട്ടനെയാണ് കേട്ടോ പാപ്പാന്ന് വിളിക്കുക. അവൻ ഫോണിൻ്റെ ക്യാമറ എടുത്ത അവൻ്റെ വിചാരം ഏട്ടനെ അയച്ചു കൊടുക്കാനാണെന്ന് അവനറിയാം. അപ്പോൾ ഫോൺ ക്യാമറ ഓൺ ചെയ്തപ്പോൾ അവൻ പാപ്പാന്ന് വിളിക്കും. അവൻ വരുന്ന വഴിക്ക് വൊമിറ്റ് ചെയ്തത് കാരണം അവൻ ദോശയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു, കൊടുത്തപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ. വീട്ടിലേക്ക് കയറുന്ന വിഷ്വൽസൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ബാഗൊക്കെ എടുത്ത് ഇറങ്ങുന്ന കണ്ടപ്പോൾ മോൻ വിചാരിച്ചു ഞാൻ ഇനിയും പോകാമെന്ന് കരുതി. അവൻ എൻ്റെ ദേഹത്തു നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അമ്മ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് നല്ല ചൂട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. ഏട്ടനും ഏട്ടത്തമ്മയും കൂടെ കൊണ്ടുവരാൻ വന്നത്. പിന്നെ ഇവിടെ അച്ഛനും അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അമ്മ വന്നിട്ടില്ല, അമ്മ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോയി ഫ്രഷായിട്ട് ഒന്ന് ഉറങ്ങട്ടെ. അപ്പോഴത്തേക്ക് അമ്മ എത്തുന്നുണ്ടാവും. ഞാൻ കുളിക്കണം എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഓർത്തത് ഇതിനകത്ത് ലഗേജിനകത്ത് കെട്ടിയായിരുന്നു ഞാൻ എൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നത്.
അപ്പോൾ ഡ്രസ്സ് മാറണമെങ്കിൽ അത് പൊളിക്കല്ലാണ്ട് നിവർത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളപ്പോൾ തന്നെ ലഗേജൊക്കെ ഓപ്പണാക്കി പെട്ടിയൊക്കെ പൊട്ടിച്ചു. കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ 2 വീട്ടുകാർക്കും, എൻ്റെ വീട്ടിലും ഇവിടെ ഏട്ടൻ്റെ വീട്ടിലും എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. വിഷുവൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം ഡ്രസ്സ് എടുത്തു, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി. വേറെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തനിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലഗേജ് കൂടുതലായി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ലാസ്റ്റ് മകന് ഡ്രസ്സ് കൊടുക്കുമ്പോൾ അവനത് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അത് കണ്ടത്. എനിക്കത് ഇഷ്ടമായി. അവൻ ഡ്രസ്സ് ഇങ്ങനെ വെച്ചൊക്കെ നോക്കുന്നത്. ഞാനിവിടുന്ന് പോകുമ്പോൾ അവന് ചെറിയ കുട്ടിയായിരുന്നു. 3 മാസം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അവൻ പുറകുന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അവൻ ആ കത്രിക വേണം, അത് പൊളിച്ച് അതിനകത്ത് എന്താണെന്നറിയണം. ഭയങ്കര ബഹളമായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അച്ചച്ചൻ. 60ഉം 6 ഒരുപോലെയാന്ന് പറയുന്ന പോലെയാണ് ആൾ. കുഞ്ഞു കുട്ടികളുടെ പോലെയാണ്. ഇവരാണ് കേട്ടോ കമ്പനി. 2 പേരും ഭയങ്കര കൂട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ അതുപോലെ വഴക്കും കൂടും. പിന്നെ ഇത് അഭിമോളാണ്, ഞങ്ങളെ ചെറിയച്ഛൻ്റെ മോളാണ്, ഏട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണത്. പിന്നെ ഇടത്തിയമ്മ അടുക്കളയിൽ ഭയങ്കര പണിയിലായിരുന്നു കേട്ടോ. പിന്നെ അത് അമ്മമ്മയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ മെയിൻ ആളാണ്, ഞങ്ങളുടെ ടോമിക്കുട്ടൻ. ഞാൻ കുറേ നാളായിരുന്നു കണ്ടിട്ട്. വന്നിട്ട് അവൻ്റെ അടുത്ത് പോയില്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഉറക്കം കഴിഞ്ഞിട്ടാണ് അവൻ്റെ അടുത്ത് പോയത്. അവൻ പെട്ടെന്ന് മേത്ത് കയറും. അപ്പോൾ അതുകൊണ്ട് സിറ്റൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് പോയത്. അവൻ്റെ അടുത്ത് പോയി വന്നപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാട്ടിൽ വന്നു, അമ്മ എല്ലാവരും വന്നു, അച്ഛൻ അച്ഛമ്മ എല്ലാവരും വന്നു. പിന്നെ നല്ല മഴ കേട്ടോ പുറത്ത്. കാണുന്നുണ്ടോ? മഴ പെയ്ത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നല്ല സമാധാനം. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ വന്നപ്പം. ഇപ്പോൾ അതാ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം മഴ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷവും. മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് ചിത്തമ്മ ചായ ഉണ്ണിയപ്പൊക്കെ ആയിട്ട് വന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏട്ടൻ അമ്മയമ്മേനെയും അച്ഛനെയൊക്കെ കൊണ്ടുവിട്ടു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നാട്ടിലെത്തി, അമ്മേനെ കണ്ടു, അച്ഛനെ കണ്ടു, ഇവിടുത്തെ അമ്മേനെ കണ്ടു. അച്ഛനും അമ്മമ്മയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനും അടുത്തമ്മ എന്നെ കൂട്ടാൻ വന്നത്. അപ്പോൾ എല്ലാവരും പോയി, ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഇനി. അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.